മാർക്സിസം, കമ്മ്യൂണിസം, സോഷ്യലിസം ഇവ മൂന്നും 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ഒരുപക്ഷെ മധ്യകാലഘട്ടത്തിലും അതിനു മുൻപും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഇൻഇക്വാലിറ്റി, ഇൻജസ്റ്റിസ്, സഫറിങ് അതിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞ ഫിലോസഫികൾ, താത്വികമായ അവലോകനങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച ഈ മാർക്സിസം, കമ്മ്യൂണിസവും സോഷ്യലിസം പിന്നീട് പല രാജ്യങ്ങളിലേക്കായി പടർന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ അവിടുത്തെ ജനങ്ങളും ക്രൈസ്തവ വിശ്വാസികളും മാത്രമല്ല അവിടുത്തെ സ്ഥാപനങ്ങളും അവിടുത്തെ എക്കണോമിയെയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും സാരമായി തന്നെ ബാധിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് പല രാജ്യങ്ങളിൽ നിന്നും കമ്മ്യൂണിസം എന്നേക്കുമായി വിട പറഞ്ഞു. എങ്കിലും ഇന്നും പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് എയ്തിസം, ദൈവ നിരാകരണം, ദൈവമില്ലായ്മ, നിരീശ്വരവാദം. 2 ടോട്ടാലിറ്റേറിയൻ, ഏകാധിപത്യ സ്വേച്ഛാധിപത്യ മനോഭാവം. 3-ാമത്തെ ആബ്സൻസ് ഓഫ് കൺട്രോൾ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തുക്കളുടെ മേൽ അധികാരമില്ലായ്മ. അവസാനത്തെ സ്പിരിച്വൽ ഗുഡ്, ഒരു ആത്മീയമായ നന്മ ഇതൊരിക്കലും കൊണ്ടുവരുന്നില്ല. പ്രധാനമായും ഈ 4 കാരണങ്ങളാണ് കമ്മ്യൂണിസത്തിൻ്റെ വീക്ക് പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇൻജസ്റ്റിസ്, സഫറിങ്, ഇൻഇക്വാലിറ്റി, ഈ മനുഷ്യൻ്റെ ഈ 3 മേഖലകളെയും അടിസ്ഥാനപരമായി സ്വാധീനിച്ച ചിന്താധാരയാണ് കമ്മ്യൂണിസം. ഇതിനെക്കുറിച്ചാണ് ഇന്ന് സത്യവിശ്വാസം കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. റോബിൻ, നമുക്കറിയാവുന്നതുപോലെ ഇൻഇക്വാലിറ്റി, ഇൻജസ്റ്റിസ്, സഫറിങ് ഈ മനുഷ്യൻ്റെ ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ്റെ എത്ര നാൾ ഇനി മനുഷ്യൻ വംശം ഉണ്ടാകുമോ അത്ര നാളത്തോളം ഈ ഒരു 3 കാര്യങ്ങൾക്കും യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇൻഇക്വാലിറ്റി, ഇൻജസ്റ്റിസ്, സഫറിങ് വർഷങ്ങളായി ഒരു മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ അവസാനം വരെ ഈ നിലനിൽക്കുന്ന ഒരു 3 കാര്യങ്ങളാണ് ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റി, സഫറിങ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഈ ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റി, സഫറിങ് എന്ന പേരിൽ 19-ാം നൂറ്റാണ്ടിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടടുത്ത് വളർന്നു വരുവാൻ കാരണം? ഒന്നാമത്തെ കാര്യം, ഈ കമ്മ്യൂണിസം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഇക്വാളിറ്റി, ഫ്രീഡം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഏറ്റവും നന്മയാണ്, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ലോകചരിത്രത്തിൽ ഏറ്റവും വൃത്തിയായി ചെയ്ത ഒരേ ഒരു മനുഷ്യനേ ഉള്ളത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനും അപ്പുറത്ത് അത് കൃത്യമായിട്ട് നിർവചിച്ച ഒരു തത്വശാസ്ത്രമോ തത്വശാസ്ത്ര ശാഖയോ ഒരു മനുഷ്യനോ ഇന്നോളം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വെച്ച ആ ഗുഡ്നെസ്സിനെ കടമെടുത്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ കമ്മ്യൂണിസം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ വസ്തുത ഏതാണ്? ക്രിസ്ത്യാനിറ്റി എന്ത് നന്മയാണോ മുന്നോട്ട് വെച്ചത് ആ നന്മകളെ കടമെടുത്ത് സ്വന്തമാക്കി വെച്ചിട്ട് അതേ കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റി ചെയ്യുന്നത് ഫാൾസ് ആണ്, ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിക്കിട്ട് അടിച്ച ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത്ര വൃത്തികെട്ട ഒരു തത്വശാസ്ത്രമാണത്. ആ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രം ഭൂമിയിൽ എന്ത് ബാക്കി വെച്ചു? ക്രിസ്ത്യാനിറ്റിയെ ഇത്രയും ഉപദ്രവിച്ചിട്ട് ഭൂമിയിൽ എന്ത് ബാക്കി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും അരാജകത്വത്തിൻ്റെ കഥകൾ മാത്രമേ ഈ കമ്മ്യൂണിസത്തിന് ഇന്ന് പറയാനുള്ളൂ. കമ്മ്യൂണിസം എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ അവിടെയെല്ലാം അരാജകത്വത്തിൻ്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനിറ്റി ചരിത്രത്തിൽ യൂറോപ്പിൻ്റെ ഫലഭാഗങ്ങൾ ഒരുപാട് ആളുകളെ മതത്തിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ എത്രയോ കോടാനുകോടി മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്ന് ക്രൂരമായി പീഡിപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് ചൈനയിലാണെങ്കിലും USSRലാണെങ്കിലും അതുപോലെ തന്നെ USSRൻ്റെ മറ്റ് പല ഇന്ന് വിഘടിച്ച് കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലാണെങ്കിലും ക്യൂബ പോലെയുള്ള രാജ്യങ്ങളിലാണ് ലോകത്തിൻ്റെ എവിടെയൊക്കെ ഈ തത്വശാസ്ത്രം ഒരു ഭരണത്തിൽ ഏറിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്തുകൊണ്ട് ഈ കമ്മ്യൂണിസം യൂറോപ്പിൽ വളർന്നു വന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോമിൻ്റെ ആദ്യകാലത്ത് റോമിൽ ക്രിസ്ത്യാനിറ്റി വളരുന്ന സമയത്ത് ഒരുപാട് പീഡനങ്ങളിലൂടെ ക്രിസ്ത്യാനികൾ കടന്നുപോയി. പിന്നീട് റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനിറ്റിയിലേക്ക് എത്തുകയും മാനസാന്തരപ്പെടുകയും എല്ലാം ചെയ്തതിന് ശേഷമുള്ളൊരു പ്രോസ്പെരിറ്റിയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിക്കുണ്ടായ ഒരു അപജയം ഉണ്ടായിരുന്നു. എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുക, സമ്പത്തിലേക്ക് ആകർഷിക്കപ്പെടുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ കുറേ സ്ഥാപനങ്ങൾ മാത്രമായി മാറിപ്പോകുന്ന സാഹചര്യം, സുവിശേഷവൽക്കരണം മറന്നു പോകുന്ന സാഹചര്യം. പിന്നെ നമ്മൾ ഈ അറിവുണ്ട്, ഈ അറിവങ്ങ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അറിവിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരുപാട് അറിവുണ്ടായി കഴിയുമ്പം ഒരുപാട് തത്വശാസ്ത്രങ്ങളും അങ്ങനെയുള്ള ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച്
ഇതെല്ലാം അങ്ങ് എത്തിക്കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ അറിവിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു കാലഘട്ടം കൂടി ക്രിസ്ത്യാനിറ്റിക്ക് പിന്നീട് ഈ റോം കൺവേർട്ട് ചെയ്ത് റോം ക്രിസ്ത്യാനിറ്റിയായി മാറിക്കഴിഞ്ഞുള്ളൊരു കാലഘട്ടത്തിലാണ്. അതിനുശേഷമാണ് ഇസ്ലാമിൻ്റെ ആധിപത്യത്തിലേക്ക് പിന്നീട് നീങ്ങുന്നതെന്ന്. ഞാൻ കാലഘട്ടം എത്തുമ്പോഴത്തേനും സ്പിരിച്വാലിറ്റിയിൽ അതുപോലെയുള്ള ഇടിവ് സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള അതേ ഒരു സംഭവം ഈ യൂറോപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ഈ മാർക്സിസമൊക്കെ വരുന്ന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇംഗ്ലണ്ടിലടക്കം തുടങ്ങിയ ഈ ഒരു റൊമാൻറ്റിസത്തിൻ്റെ കാലഘട്ടം, ക്ലാസിക്കൽ പീരീഡ്, അങ്ങനെയുള്ള പീരീഡുകളിലൂടെ ഈ ലിറ്ററേച്ചറിൻ്റെ വളർച്ച, ഇങ്ങനെ തോട്ട് പ്രോസസ്സുകൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് ഫിലോസഫികളെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഫിലോസഫികൾ, സെയിൻറ്റ് അഗസ്റ്റിനെ അടക്കമുള്ള ആളുകളുടെ ഗോഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഫിലോസഫികളെല്ലാം അത് കഴിഞ്ഞാണ് പിന്നെ പലപ്പോഴും ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലമാണ്. ഡാർക്ക് ഏജിന് പോലും ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. കാരണം പിന്നീട് വെസ്റ്റേൺ റോം ജർമാനിക് ട്രൈബ്സ് കീഴടക്കുകയും അതിനുശേഷം അവിടുത്തെ നാഗരികതയെ തന്നെ അവർ നശിപ്പിക്കുകയും എല്ലാം ചെയ്തൊരു കാലഘട്ടത്തിൽ അതിനു മുൻപുള്ള ഈ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒക്കെ കാലഘട്ടത്തെ പഠനങ്ങളെ പ്രിസർവ് ചെയ്ത് വെച്ച കത്തോലിക്ക സഭ ഈ ജർമാനിക് ട്രൈബ്സിനെ, ബാർബേറിയൻസ് എന്ന് ചരിത്രം വിളിക്കുന്ന ഈ ജർമാനിക് ട്രൈബ്സിനെ കൺവേർട്ട് ചെയ്ത് പിന്നീട് അവരെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിനുശേഷം ഈ സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ പഠനങ്ങളെല്ലാം അവരിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രോസ്പർ ചെയ്തെടുത്ത ഒരു കാലഘട്ടമാണ് ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. അല്ലാതെ കത്തോലിക്ക സഭ ഈ ലിറ്ററേച്ചറും ഒന്നുമില്ലാതെ എല്ലാം അടക്കി വെച്ചിട്ട് ഇരുന്നൊരു കാലഘട്ടമല്ലത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ജർമാനിക് ട്രൈബ്സ് പോലെ ഈ ബാർബേറിയൻസ് എന്ന് വിളിക്കുന്ന ഈ മനുഷ്യന്മാരെ വളർത്തിക്കൊണ്ട് വരാൻ എടുത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെ വളർത്തിക്കൊണ്ട് വന്ന് പിന്നീട് അവരിൽ എല്ലാ രീതിയിലും അവർ പ്രോസ്പർ ചെയ്ത് അവർ ലോകം കീഴടക്കുന്നതാണ് പിന്നീട് കാണുന്നത്. സൂര്യനസ്തപിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. അങ്ങനെ വന്ന് ഈ സാമ്രാജ്യത്തെ വിപുലീകരണമെല്ലാം നടന്ന് ഈ വ്യവസായങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഇനീക്വാളിറ്റി ഈ മേഖലകളിൽ നിലനിന്നു എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുമായിട്ടും മാർക്സും എംഗൽസും എല്ലാം വരുന്നത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് വരുന്നത്. അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം അതൊരു ഹോസ്റ്റൽ ടൈപ്പിലേക്ക് മാറുന്നു. എന്ന് വെച്ചാൽ ബൂർഷ്വാസികളായ ആളുകളെ ഇല്ലാതാക്കണം, അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഓക്കേർഡായിട്ട് നിൽക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, ഒരു കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുന്നത്, ആരും ആയുധമെടുത്ത്, ഇപ്പോൾ ക്രിസ്തു പത്രോസിനോട് പറയുന്നുണ്ട് വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറയുന്നൊരു രീതി തന്നെ. വാളെടുത്ത് ഒരു മനുഷ്യനും ഇന്നോളം ശാശ്വതമായ സമാധാനം സൃഷ്ടിക്കപ്പെട്ടില്ല. താൽക്കാലികമായ സമാധാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ശാശ്വതമായ സമാധാനം ഒരിക്കലും വാളുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, ആയുധം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷേ കമ്മ്യൂണിസം വിശ്വസിക്കുന്നത് ഈ സമാധാനം ഉണ്ടാക്കുന്നത് ഈ ആക്രമണങ്ങളിലൂടെ, ഈ കോൺഫ്ലിക്റ്റിലൂടെ സമാധാനം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള. ബൂർഷ്വാസികളെ ഇല്ലാതാക്കുന്നു. അതിനുശേഷം പ്രൊലറ്റേറിയറ്റ് അവർ അധികാരത്തിലേക്ക് വരുന്നു. അവർ സമത്വസുന്ദരമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇത് ഉട്ടോപ്യൻ ഒരാശയമാണ് എന്ന് കാലം തെളിയിച്ചതാണ്, അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞു വയ്ക്കുന്നതല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ ആശയമാണ് എന്ന് കാലം തെളിയിച്ച ഒരു തത്വശാസ്ത്രമാണത്. ഓർക്കുക, പിന്നീട് ലെനിനിസം ഉണ്ടാകുന്നു, സ്റ്റാലിനിസം ഉണ്ടാകുന്നു, മാവോയിസം ഉണ്ടാകുന്നു. ഇങ്ങനെയെല്ലാം കടന്നു പോകുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ സോഷ്യലിസം വരിക. സോഷ്യലിസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, അടിസ്ഥാനപരമായ ആശയങ്ങൾ പണ്ട് മുതലേ ഉള്ളതാണ്. അത് ശരിക്കും ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക്, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഒരു നല്ല നിർമ്മിതിക്ക് സോഷ്യലിസം ആവശ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അടക്കം സോഷ്യലിസം ആവശ്യമാണ്. അതിനുശേഷം ക്യാപിറ്റലിസം ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അത്രയും തീവ്രമായ റഷ്യ, USSR എന്ന് പറയുന്ന റഷ്യ എന്തുകൊണ്ടാണ് പെരിസ്ട്രോയിക്കയും ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയും ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ക്യാപിറ്റലിസത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. ക്യാപിറ്റലിസ്റ്റായ അമേരിക്ക വളരുകയും സോഷ്യലിസ്റ്റായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റായിട്ടുള്ള റഷ്യ തളരുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ്. ഓർക്കുക, അതേ സമയത്ത് ചൈനയെ എടുത്തു നോക്കുക. ഒരേ സമയം കമ്മ്യൂണിസവും അതേസമയം തന്നെ ക്യാപിറ്റലിസവും ചൈന എങ്ങനെയാണ് കൊണ്ടുപോയിട്ട് വിജയം എടുക്കുന്നതെന്നുള്ളതാണ്. അവിടെയും ചൈനയ്ക്കൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. USSRയുടെ അതേ പ്രശ്നം നിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തകർച്ച, വിള്ളലുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം ശാശ്വതമായി നിലനിൽക്കും എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതാണ്, മുൻപ് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു
ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രധാനമായിട്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? അതിന് തന്നെ മാർക്സിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ താത്വികമായ അവലോകനം എന്ന് പറയുന്നത്, ഫിലോസോഫി എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. അപ്പോൾ അതിൽ നിരീശ്വരവാദമാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം കണ്ണുകൊണ്ട് കാണുന്നത് എന്തോ നമുക്കറിയാലോ, റെനെ ഡെക്കാർട്സ് മുതലായ സ്പിനോസ അങ്ങനെ മുതലായ കുറേ താത്വികന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നു. ഒരു 14ാം നൂറ്റാണ്ടോട്ട് വേണമെങ്കിൽ കറക്റ്റായിട്ട് പറയാം. അതിന് മുമ്പ് ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി റീസണബിൾ അങ്ങനെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഫിലോസഫീസിൻ്റെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ഐ തിങ്ക് ദർ ഫോർ ഐ എക്സിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫിലോസഫേഴ്സൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്താണ് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു, അതുകൊണ്ട് ഞാൻ വസ്തുക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീടാണ് മറ്റീരിയലിസത്തിൻ്റെ ഒരു കടന്നുവരവ്, ഡയലക്റ്റിക്കൽ മറ്റീരിയലിസം എന്ന് പറയുമ്പോൾ കടന്നുവരവ്. മാറ്ററാണ് യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളൊരു ചിന്താധാരയിലേക്ക് മനുഷ്യൻ വഴുതി വീഴുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലിജൻ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മനുഷ്യന് നമുക്കറിയാലോ പല സ്ഥലങ്ങളിലും ദൈവത്തെ, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമം എത്താത്ത സ്ഥലങ്ങൾ, വചനം പ്രഘോഷിക്കപ്പെടാത്ത സ്ഥലങ്ങൾ, അവിടെ ഒന്നും ദൈവത്തെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം അവർക്ക് വരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ദൈവമുണ്ട്. വിഗ്രഹങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ദേവന്മാരായിരിക്കും, പക്ഷേ എന്തോ ഉണ്ട് അവർക്ക്. അപ്പോൾ അവരുടെ മനസ്സിൽ ആലേഖനം ചെയ്തൊരു കാര്യമുണ്ട്, ദൈവത്തിനെ കുറിച്ചുള്ള അസ്തിത്വമുണ്ട്. അത് ഏത് മനുഷ്യനായാലും ഇപ്പം ഇതുവരെ ഹ്യൂമൻ ടച്ച് വരാത്ത ഒരു എന്ന് പറഞ്ഞാൽ, ഹ്യൂമൻ ടച്ച് എന്ന് പറഞ്ഞാൽ ഔട്ടർ വേൾഡിൻ്റെ ഒരു ടച്ച് വരാത്ത സ്ഥലങ്ങളാണ് സെൻറ്റിനെൻ്റൽ ദ്വീപുകൾ. അപ്പോൾ അവിടെയും മനുഷ്യർക്ക് അവിടെ ദൈവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ അപ്പോൾ മറ്റീരിയലിസം, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ അല്ലെങ്കിൽ തൊട്ടറിയാവുന്നത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് മനുഷ്യൻ വരുവാണ്. അങ്ങനെ കൊണ്ടുവരും, അതൊരു റിയാലിറ്റി ആണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഡയലക്റ്റിക്കൽ മറ്റീരിയലിസം. മറ്റീരിയലിസത്തിൻ്റെ പിന്നെ ബാക്കിയുള്ള കാണുന്ന ഭാഗങ്ങൾ, അതുവഴിയാണ് കമ്മ്യൂണിസം എന്നുള്ള ആശയം തളച്ചു വളരുന്നത്. ഇനി നമുക്ക് ക്രിസ്തുവിൻ്റെ ഭാഗത്തിലേക്കൊന്ന് നോക്കാം. ഇവിടെ യേശു ക്രിസ്തു വന്നു, യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ്? നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സോഷ്യലിസ്റ്റ് ആശയം അല്ലേ? ശരിക്കും പറഞ്ഞാൽ പ്യുവർ സോഷ്യലിസ്റ്റിക് ആശയമാണ്, കമ്മ്യൂണിസ്റ്റിക് ആശയമാണ്. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആദിമ ക്രൈസ്തവരുടെ സ്വഭാവം എന്തായിരുന്നു? കൃത്യമായിട്ട് പറയുന്നു, ആദിമ ക്രൈസ്തവർ തീക്ഷ്ണതയുള്ളവരായിരുന്നു. അവർ തങ്ങൾക്കുള്ളവ എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കൈകളിൽ കൊടുത്തു. അവരിൽ ആരും ദരിദ്രരായിട്ട് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു. ദൈവനിരാകരണമുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല, അതേസമയം ടോട്ടാലിറ്റേറിയൻ പവറുള്ള കമ്മ്യൂണിസ്റ്റും അല്ല. അല്ലാതെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിൽ കാണുന്നത് അവിടെയാണ്. അപ്പസ്തോലന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു, അവർക്ക് വേണ്ടതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം പങ്കിട്ടെടുത്തു. ഒരു സമൂഹ വ്യവസ്ഥിതി പോലെ, സോഷ്യലിസ്റ്റിക് വ്യവസ്ഥിതി പോലെ ജീവിച്ചു. അവരിൽ ആരും ദരിദ്രരായിട്ടുണ്ടായിരുന്നില്ല. ബൈബിളിലുള്ള വചനമാണ് പറയുന്നത്, ദരിദ്രരായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമുക്കറിയാവുന്ന സമയത്താണ് ഈ വലിയൊരു ഇൻഇക്വാലിറ്റി വരുന്നു, ബൂർഷായിസം വരുന്നു, മൊണാർക്കിസം വരുന്നു. അങ്ങനെയുള്ള പല മേഖലകളിലേക്ക് മനുഷ്യൻ്റെ സ്വാർത്ഥത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരേ ടേബിളിൽ നിന്ന് ദരിദ്രനായാലും, ഇപ്പോൾ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ വിവാഹം ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, പണക്കാരുണ്ട്, ദരിദ്രരുണ്ട്, അതുപോലെ തന്നെ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്. ഇപ്പോൾ സൈമൺ ദ സെലക്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു തീവ്രവാദി സൈമൺ അറിയാലോ. അപ്പോൾ അത് കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത് ആളൊരു ഡാർക്ക് കളേർഡ് ആളായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതേസമയം റിച്ചറായ ആൾക്കാരുണ്ട്. ഈ പത്രോസിലേക്ക് നോക്കൂ, വളരെ പാവപ്പെട്ടൊരു മത്സ്യത്തൊഴിലാളി. അതുപോലെ റിച്ചറായ ആൾക്കാരുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അരിമത്തിക്കാരൻ ജോസഫ് ശിഷ്യനായിരുന്നു, പക്ഷേ അപ്പസ്തോലന്മാർ എന്ന രീതിയിൽ ആയിരുന്നില്ല, എങ്കിലും ശിഷ്യനായിരുന്നു. അരിമത്തിക്കാരൻ ജോസഫ് നല്ല റിച്ചായ ഒരു മനുഷ്യനായിരുന്നു. മനയൻ അങ്ങനത്തെ ഒരു പിന്നീട് വന്ന ആൾക്കാരാണ് മനയൻ എന്നൊക്കെ പറയാം, ബൈബിൾ പറയുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഇവരൊക്കെ നോക്കൂ, അപ്പോൾ ഒരേ മേശയിൽ നിന്നാണ് ഇവർ ഭക്ഷിച്ചിരുന്നത്. അപ്പോൾ ക്രിസ്തു 12 അപ്പസ്തോലന്മാരെ പണക്കാരെന്നോ പാവപ്പെട്ടവരോ ദരിദ്രന്നോ ഒന്നും നോക്കാതെയാണ് ഇവർ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ ഇവർക്ക് തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യും, എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു എന്നുള്ള പറഞ്ഞ് അങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യുന്നത് ഇവരെല്ലാവരും ചേർത്തിരുത്തിയാണ്. അതായത് എല്ലാവരെയും ചേർത്തിരുത്തുന്നതാണ് ക്രിസ്ത്യാനിറ്റി. പക്ഷേ എന്തുകൊണ്ടാണ് നേരത്തെ റോബി പറഞ്ഞിരുന്നു, ക്രിസ്ത്യാനിക്ക് എതിരായി തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് കടമെടുത്ത് ക്രിസ്ത്യാനിറ്റിയോട് ഹോസ്റ്റൈലായിട്ട് തന്നെയാണ് കമ്മ്യൂണിസം വളർന്നു വന്നത്. എന്തുകൊണ്ടാണ് 18ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം അതിനു മുമ്പ് തന്നെ ഈ ഒരു ഇൻഇക്വാലിറ്റി ലോകത്തുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ 18ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ട് ആ സമയത്ത് ഈ കമ്മ്യൂണിസം ശക്തി പ്രാപിക്കാൻ കാരണം? അത് ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ശക്തി പ്രാപിച്ചു. അതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഈ ഫ്രാൻസിലാണേലും ജർമ്മനിയിലാണേലും അതുപോലെ ബ്രിട്ടൻ്റെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും ഈ മേഖലകളിലെല്ലാം, യൂറോപ്പിൻ്റെ മേഖലകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സോഷ്യൽ സ്ട്രക്ചറിൽ ഏറ്റവും ശക്തം കത്തോലിക്ക സഭയായിരുന്നു. അപ്പോൾ ഈ കത്തോലിക്ക സഭയെ തകർത്താൽ മാത്രമേ ഇവിടെ അധികാരം പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നിലനിന്നിരുന്നു.
ആ അവസരത്തിൽ അങ്ങനെ വേണം നമ്മൾ ശരിക്കും. ഇപ്പോൾ മാർക്സ് ശരിക്കും ഒരു മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു. മെറ്റീരിയലിസ്റ്റിക്, ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ ഒരു മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാടിലായിരുന്നു ഉണ്ടായിരുന്നു. അയാളൊരു എത്തയിസ്റ്റ് ആയിരുന്നു. അയാളൊരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള മനുഷ്യനാണ്. അയാളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. മാർക്സ് അയാളുടെ ഏർലി ഏജിൽ ഏറ്റവും നേരത്തെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിച്ച നിരീശ്വരവാദത്തിലേക്ക് പോയൊരു മനുഷ്യനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആക്ച്വലി ഈ മാർക്സിസം കൊണ്ടുവരുന്ന സമയത്ത് തൊഴിലാളികൾ അക്ഷരാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അധികാരവർഗത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ അധികാരവർഗത്തെ ക്രഷ് ചെയ്ത് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ കത്തോലിക്ക സഭ ഇവിടെ തകർക്കുക എന്നുള്ളത് നിർബന്ധവുമായിരുന്നു. ഈ രണ്ട് കാരണങ്ങളാണ് ശരിക്കും, ഒന്ന് കത്തോലിക്ക സഭയിലേക്ക് രൂക്ഷമായ ആക്രമണം നടത്തിയത്, രണ്ട് ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായത്. ഇത് രണ്ടും ഈ രണ്ട് ഫാക്ടറാണ്. ഒന്ന്, അന്ന് ഈ വാണിജ്യവൽക്കരണം ലോകം മുഴുവൻ നടത്തി. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ലോകമാസകലം പോയി വാണിജ്യം നടത്തുന്ന കാലഘട്ടം. അപ്പം വാണിജ്യവൽക്കരണം ഒരു വശത്ത്, അതുപോലെ തന്നെ ഈ പവർ സെൻറ്റേഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ഇടിച്ചു നിരത്തൽ, ഈ രണ്ട് സംഭവിക്കാൻ, ഒന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഉയർച്ച, മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ തകർച്ച. ഈ രണ്ട് കാരണങ്ങളാണ്. അതിന് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇതിന് ഒരു വാസ്റ്റ് ഹിസ്റ്ററി ഇതിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. റഷ്യയിൽ കമ്മ്യൂണിസം വന്നതിന് ശേഷം ഇപ്പോൾ ഈവൻ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നതിന് പോലും ഇതിൻ്റെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം റഷ്യയിലെ നമുക്ക് പറയുന്നത് ഇസ്രായേലിൽ തന്നെ ലക്ഷക്കണക്കിന് റഷ്യൻ ജ്യൂസാണ് അവിടെ സെറ്റിൽ ചെയ്തേക്കുന്നത്. ഈ റഷ്യയിൽ നിന്ന് ജൂതന്മാർ ഈ ജർമ്മനിയിലേക്ക്, ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയിലേക്ക് ഈ കമ്മ്യൂണിസം കൊണ്ടുവന്ന് ഇവിടെ പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ജൂയിഷ് കൂട്ടക്കൊലയുടെ, ഹിറ്റ്ലറിൻ്റെ ജൂയിഷ് കൂട്ടക്കൊലയുടെ ആ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ കമ്മ്യൂണിസം പടർന്നു പിടിക്കുന്ന, എല്ലായിടത്തേക്കും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജോൺ നേരത്തെ സൂചിപ്പിച്ച് ഈ ഫിലോസഫിയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, എന്ന് വെച്ചാൽ ഈ എ ഡി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ അഗസ്റ്റിൻ്റെയൊക്കെ ഫിലോസഫി, ഗോഡ് സെൻറ്റേഡ് ആയിട്ട് ഫിലോസഫിക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ടൊരു ബാരൻ ഏജ് ആയിരുന്നു ഫിലോസഫിക്ക്. അതിനുശേഷം ഇമ്മാനുവൽ കാന്റിലൂടെയൊക്കെയാണ് പിന്നീട് ഈ ഫിലോസഫിയുടെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് ആ സമയം. അത് കഴിഞ്ഞ് ഈ മാക്സിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും ഈ പറയുന്നത് പോലെ ഭയങ്കര ഡൈവേഴ്സായി മാറി. മെറ്റീരിയലിസ്റ്റിക് കാഴ്ചപ്പാട്, ഇൻഡിവിജ്വലിസം, അങ്ങനെ ഒരുപാട് ഇസംസ് ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നു. അങ്ങനെ അതിൻ്റെ എല്ലാം സ്വാധീനം ഈ മാർക്സിസത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്ന ഈ വേൾഡിലി കാഴ്ചപ്പാട്, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മൊത്തം ഉണ്ടായിരുന്നു. ഇനി മാർക്സിസവും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം, ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ളതും മാർക്സിസത്തിൽ ക്രിസ്തു ഇല്ല എന്നുള്ളതുമാണ്. മാർക്സിസം ക്രിസ്ത്യാനിറ്റിയിലെ ക്രിസ്തു, മതത്തിലെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ക്ഷമയുടെയും സഹനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും എല്ലാമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. മാർക്സിസത്തിലേക്ക് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ തന്നെ അവർക്ക് വെറുക്കപ്പെട്ടവരാണ്. ഒരു ബൂർഷ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവർ വിളിക്കുന്ന ബൂർഷ്വാസികൾ, അവർ നല്ലവരാണോ ചീത്തയാണോ ഇല്ല, വാട്ട് എവർ ഇറ്റ് ഈസ്, ബൂർഷ്വാസികളെല്ലാവരും ഇല്ലാതാക്കപ്പെടേണ്ട മനുഷ്യരാണ്. എന്ന് വെച്ചാൽ ഒരു വിഭാഗം മനുഷ്യർ ഇല്ലാതാക്കപ്പെടേണ്ടവരും ഒരു വിഭാഗം മനുഷ്യർ മാത്രം സർവൈവ് ചെയ്യപ്പെടേണ്ടവരുമാണ്. ഈ സർവൈവ് ചെയ്ത് പിന്നീട് ഈ പ്രൊലറ്റേറിയറ്റ് എന്ന് പറയുന്ന തൊഴിലാളി വർഗം പിന്നീട് മുതലാളിമാരാകുന്ന കാഴ്ച റഷ്യയിൽ, ഈ USSR കാണുന്നുണ്ട്. അത് എല്ലായിടത്തും കാണുന്നുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മുൻപ് ഞാൻ പറഞ്ഞതുപോലെ, ഒന്ന് എയ്ത്തിസമാണ് ഇതിൻ്റെ പ്രധാന കഥാതന്തു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ല, എത്തിസം വന്നതിന് ഒരു കാര്യം കൂടെയുണ്ട്. മാർക്സ് പറയുന്നുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത്. ഏറ്റവും പ്രശസ്തമായൊരു വാക്യം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ളത്. മതത്തിൻ്റെ എല്ലാവിധ നന്മകളും സ്വാംശീകരിച്ച് എടുത്ത് സ്വന്തമാക്കി വെച്ചിട്ട് പറയുകയാണ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന്. അതിനൊരർത്ഥമേ ഉള്ളൂ, ദൈവത്തെ മനുഷ്യൻ കൂടെ നിർത്താൻ പാടില്ല. ആ ദൈവം അന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിനെ നിരാകരിക്കുക, ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെ. എന്നുവെച്ചാൽ പ്യുവർലി ഈ പറുദീസായിൽ സർപ്പം പഴം കൊടുക്കുന്ന പരിപാടി അതുതന്നെയാണ് മാർക്സിസത്തിലൂടെ യൂറോപ്പിൽ നടത്തിയത് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ലോകമാണ്, ഈ സംഗതികളാണ് ദൈവത്തെ പോലെയാകും, ഞങ്ങൾ ദൈവത്തെ. കാരണം മാർക്സിൻ്റെ കാഴ്ചപ്പാട് തന്നെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഈ ദൈവത്തിൻ്റെ ഈ മതം യഥാർത്ഥ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയാണ്. എന്ന് വെച്ചാൽ മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പം കമ്മ്യൂണിസത്തിലൂടെ മാത്രമേ യഥാർത്ഥ ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ
യഥാർത്ഥ ഹാപ്പിനെസ്സിൽ നിന്നും ബ്ലോക്ക് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മതം ചെയ്യുന്നതെന്നാണ്. ഈ മാക്സ് മതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ ഹിന്ദുയിസം ഇസ്ലാമും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. പ്യുവർലി ക്രിസ്ത്യാനിറ്റിയെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റി സമ്പൂർണ്ണമായും ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് മാക്സ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനെ യൂറോപ്പിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള അടിസ്ഥാന തത്വം തന്നെയായിരുന്നു കമ്മ്യൂണിസത്തിനുണ്ടായിരുന്നത്, മാർക്സിസത്തിനുണ്ടായിരുന്നത്, എല്ലാം അതിൽ നിന്ന് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചർച്ചിൻ്റെ, പ്രത്യേകിച്ച് സഭയുടെ നിലപാടുകളിൽ സഭയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? കമ്മ്യൂണിസം വളരാൻ വേണ്ടിയിട്ടുള്ളൊരു മണ്ണ് ഈ യൂറോപ്യൻ സംസ്കാരങ്ങളിലോ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതികളിൽ സഭ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവസ്ഥയുണ്ടായിട്ടുണ്ടോ ഈ കമ്മ്യൂണിസം എന്നൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെയോടൊരു ചിന്താധാര കടന്നു വരാൻ കാരണം ക്രിസ്തുമാർഗമായിരുന്നു സഭ പഠിപ്പിച്ചു തരുന്നെങ്കിൽ ഒരിക്കലും കമ്മ്യൂണിസത്തിന് അവിടെ ഒരു പഴുതുണ്ടാകുമായിരുന്നില്ല. അത് പ്യൂർലി തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓർക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തുവാ? അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്തുവാ? പീസ് ത്രൂ മൈറ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. ജൂഷ് കൺസെപ്റ്റ് എന്തുവാ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതാണ്. ഈ ഒരു ലൈനാണ് മാർക്സിസം പിടിച്ചേക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ സഭ ഇട്ടുകൊടുത്ത് സഭയുടെ സ്പിരിച്വാലിറ്റി അല്ലത്. സഭയുടെ സ്പിരിച്വാലിറ്റിക്ക് സഭയ്ക്ക് അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. സഭയുടെ സ്പിരിച്വാലിറ്റി കംപ്ലീറ്റ് 7-70 പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. 7-70 പ്രാവശ്യം ക്ഷമിക്കുക, പിന്നെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഒരു നുള്ളി നോവിക്കാൻ പോലും ക്രിസ്തു പറഞ്ഞിട്ടില്ല. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടില്ല. സഭയുടെ ലൈനേ അല്ല കമ്മ്യൂണിസത്തിൻ്റെ ലൈൻ. ഇപ്പോൾ സഭ എന്തെങ്കിലും ടീച്ചിങ്സിൽ നിന്ന് മാറിപ്പോയിട്ട് സഭ എന്തെങ്കിലും സഭ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ ഏതെങ്കിലും കഴുത്തെറുക്കാനോ കൈവെട്ടാനോ എന്തെങ്കിലും സഭ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. സഭ അങ്ങനെ ചെയ്യത്തില്ല. സഭയുടെ ക്രിസ്തു പറഞ്ഞേക്കുന്നത് എങ്ങനെ? ക്രിസ്തു പറഞ്ഞതിനപ്പുറത്ത് സഭയ്ക്ക് എന്താണുള്ളത്? അതുകൊണ്ട് അത് പ്യുവർലി തെറ്റാണ്. സഭയുടെ ടീച്ചിങ്ങുകളോ ഏതെങ്കിലും ടീച്ചിങ്ങുകൾ കൊണ്ടാണ് മാർക്സിസം വളർന്നത്, അതിൻ്റെ ആവിർഭാവത്തിന് അതാണ് കാരണം എന്ന് പറയുന്നത് പ്യുവർലി കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം സഭയുടെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രം തന്നെ ഡിഫറൻ്റ് ആണ്. മാർക്സിസം പിടിച്ചേക്കുന്ന ലൈനും കത്തോലിക്ക സഭയുടെ ലൈനും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ഈ കാര്യത്തിൽ. ഇനി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട സഭ ഈ കാലഘട്ടങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. കാരണം എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ അത് നമ്മൾ സഭ എന്ന് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ സഭ എന്ന വാക്കുപോലും അതിന് ഉപയോഗിക്കാൻ പാടില്ല. കൃത്യമായിട്ടും ചില ആളുകൾ, സഭയിലെ ചില ആളുകൾ, ആ ആളുകൾ പലപ്പോഴും സഭയെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് എലൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിന്നതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് ബുദ്ധിമുട്ട്. ആ കാലഘട്ടത്തിൽ പോലും സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ മിഷണറിമാരന്നുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് ആരായ മനുഷ്യർക്ക് വേണ്ടി സ്കൂളുകൾ നടത്തുന്ന, ആശുപത്രികൾ നടത്തുന്ന, അതുപോലെയുള്ള അനാഥാലയങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന എത്രയോ മിഷണറിമാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരും സഭയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സഭയെ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടുന്നതിൽ അർത്ഥമില്ല. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അതിന് കാരണമായിട്ടുണ്ടെന്നല്ല. ഇനി ദൈവത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസം ഈ ദൈവത്തെ, ക്രിസ്തുവിനെ ഇത്രയും മാറ്റി നിർത്തുമ്പോൾ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുമ്പോൾ റഷ്യയിൽ നടന്നൊരു, അതും സ്റ്റാലിൻ്റെ സമയത്ത്, ഓർക്കുക കമ്മ്യൂണിസം ഏറ്റവും തീവ്രമായിട്ട് റഷ്യയെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ റഷ്യയിൽ നടന്നൊരു സംഭവം കൂടി പറയാം. ആ സമയത്ത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറിൻ്റെ പട്ടാളം റഷ്യയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് നമുക്കറിയാലോ ഹിറ്റ്ലറിൻ്റെ പട്ടാളം വളരെ ശക്തമായിരുന്നു. റഷ്യ വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റാലിൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ റഷ്യയിലെ അവർ ലേഡി ഓഫ് കസാൻസ് എന്ന് പറഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അവർ ലേഡി ഓഫ് കസാൻസ് എന്ന് പറഞ്ഞിട്ട് ഈ മാതാവിൻ്റെ രൂപം ഈ പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഇവർ ഉള്ളിൽ മുഴുവൻ പേടിയാണ്. ജർമ്മൻ പട്ടാളം അത്ര ശക്തമാണ്. ഇവരങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സ്റ്റാലിൻ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഒരു വിമാനത്തിൽ ഈ അവർ ലേഡി ഓഫ് കസാൻസ് എന്ന് പറയുന്ന ഈ രൂപം കയറ്റി ഇവിടെ മുഴുവൻ ബ്ലസ് ചെയ്യുക ചെയ്ത ഇയാൾ. ഇവിടെ മുഴുവൻ ബ്ലസ് ചെയ്തു. അതിനുശേഷം ചരിത്രമാണത്. അതിനുശേഷം ഈ റഷ്യൻ പട്ടാളം തോക്കുകൾ പിടിച്ചു നിൽക്കുന്ന, വെടിവെക്കാൻ വേണ്ടി തോക്കുകളും പിടിച്ചു നിൽക്കുന്ന ജർമ്മൻ പട്ടാളത്തിന് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. പാഞ്ഞു ചെല്ലുമ്പോൾ ജർമ്മൻ പട്ടാളം ഇവരെ വെടിവെച്ചില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം യുദ്ധം ജയിച്ച ഈ ജർമ്മൻ പട്ടാളക്കാരെ, തടവുകാരായി പിടിച്ച ജർമ്മൻ പട്ടാളക്കാരെ
അവരോട് ഈ റഷ്യൻ പട്ടാളക്കാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ വെടിവെക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ലേഡി അവിടെ നിന്നിരുന്നു, മാതാവായിരുന്നു അതെന്ന്. എന്ന് വെച്ചാൽ ഈ പ്യുവർ കമ്മ്യൂണിസ്റ്റുകാരനായ സ്റ്റാലിൻ യുദ്ധം ജയിക്കാൻ വേണ്ടി ചെയ്ത ആ പരിപാടി അതാണ് ചെയ്തത്. എന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തിനാണെങ്കിലും റോമാ സാമ്രാജ്യം എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടത്? ഇത് തന്നെയാണ്, ദൈവത്തിൽ നിന്നുള്ള അടയാളം ലഭിച്ചിട്ട് തന്നെയാണ് യുദ്ധം ജയിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്നുള്ള അടയാളം ലഭിച്ചിട്ടാണ് കംപ്ലീറ്റ് കൺവേർട്ട് ആകുന്നത്. ഇതേ കമ്മ്യൂണിസവും ഇത് തന്നെയാണ് ചെയ്തത് എന്നുള്ളത്. ഇത് കൂടി ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എവിടെയൊക്കെ കമ്മ്യൂണിസം വളർന്നിട്ടുണ്ടോ അവിടെയൊക്കെ കമ്മ്യൂണിസത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ട് ടോട്ടാലിറ്റേറിയൻ സ്വേച്ഛാധിപത്യ മനോഭാവം. ഉദാഹരണത്തിന് ലേറ്റസ്റ്റ് നമുക്ക് ഇപ്പോൾ കാണപ്പെടുന്നൊരു എക്സാമ്പിളാണ് നോർത്ത് കൊറിയ, നമുക്കറിയാവുന്നല്ലോ. അപ്പോൾ ഒരു ടോട്ടാലിറ്റേറിയൻ സ്വേച്ഛാധിപത്യം വളർന്നു വരുന്നുണ്ട്, മാത്രമല്ല വളർന്നു വന്നിട്ടുണ്ട്. എവിടെയൊക്കെ കമ്മ്യൂണിസം വന്നിട്ടുണ്ട് അവിടെയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വേച്ഛാധിപത്യം വരാൻ കാരണം? രണ്ടാമത്, ഈ ക്യാപിറ്റലിസം അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയില്ല, നമ്മൾ സ്വകാര്യ സ്വത്തിനുള്ള നിഷേധം, അത് എത്രത്തോളം കമ്മ്യൂണിസത്തിൻ്റെ പരാജയമായി മാറിയിട്ടുണ്ട്? അത് ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റവും വലിയ പരാജയം എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകാൻ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് USSR എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും അവർക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഉട്ടോപ്യൻ ആശയമാണ് എന്ന് പറയുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഈ തൊഴിലാളികളായിട്ട് അധികാരത്തിലേക്ക് കടന്നു വന്ന USSRൻ്റെ അധികാരങ്ങളിലേക്ക് കടന്നു വന്ന ആളുകൾ പിന്നീട് പണച്ചാക്കുകളായി മാറുന്ന സാഹചര്യം, അതിനുശേഷം ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ട്, അതുമല്ലെങ്കിൽ ലെനിനിസമോ പിന്നീട് വന്ന സ്റ്റാലിനിസമോ അങ്ങനെ അതുമല്ലെങ്കിൽ കമ്മ്യൂണിസമോ മാർക്സിസമോ, ഇതുകൊണ്ടൊന്നും രാജ്യം ഒരു പരിധി വിട്ട് വളരുന്നില്ല. ഈ വളരാത്ത അവസ്ഥയിലാണ് ഈ ഗ്ലാസ്നോസ് പെരിസ്ട്രോയിക്ക പോലെയുള്ള കാര്യങ്ങൾ ഗോർബച്ചേവ് കൊണ്ടുവരുന്നതെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തില്ല. കാരണം അമേരിക്കയും റഷ്യയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ റഷ്യ ഒരുപാട് പുറകോട്ട് പോകുന്നു. റഷ്യയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുന്നു, എന്നാൽ ലാഭം ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ വെറുതെ കൊണ്ടുവരുന്നതല്ല ഇതൊന്നും. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഇല്ലായ്മ എന്ന് പറയുന്ന ഈ ഇൻഡിവിജ്വൽ, അതാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനിലും ഒരു വലിയ കഴിവുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മനുഷ്യനിലും. അതാണ് ഒരു കവിതയുണ്ട്, ആ കവിതയുടെ പേര് ഞാൻ മറന്നുപോയി. ആ കവിതയിൽ ഈ കമ്മ്യൂണിസ്റ്റത്തെ വിശേഷിപ്പിക്കുന്ന ആളുകളെ വെറും നമ്പറുകളായിട്ട് മാത്രം, അവർക്കൊക്കെ ഓരോ നമ്പറുകൾ. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു കാലഘട്ടത്തിൽ റഷ്യൻ USSRൻ്റെ ഇൻഫിൽട്രേഷൻ നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഒരു അച്ഛനെ അത് കമ്മ്യൂണിസ്റ്റ് ചാരനായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നമ്പറായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഒരു പുസ്തകമുണ്ട്, ആൻറ്റി അപ്പസ്തോലിൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞത്. ഒരു നമ്പറായിരുന്നു. അതുപോലെ ഈ വെറും നമ്പറുകളായിട്ട് മാത്രം മനുഷ്യരെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ഈ വലിയ സംഭവമാണെന്ന് പറയുന്ന ഈ കമ്മ്യൂണിസത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ അധപ്പതനം ഒബ്ജക്റ്റായിട്ട് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ക്യാപിറ്റലിസത്തിലേക്ക് വരുമ്പോൾ ഓരോ മനുഷ്യരും വളരാനുള്ള അവസരമാണ് അവിടെ ഇടുന്നത് എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇട്ട് അവന് വളർന്നു വരാനുള്ള സാഹചര്യം അവിടെ ഒരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യം ഇല്ലാതായതോടുകൂടി കമ്മ്യൂണിസം എന്ന് പറയുന്ന അത് സാമ്പത്തികമായി തളരാൻ തുടങ്ങി, അതിന് വളർച്ചയില്ലാതായി മാറി. അങ്ങനെ വെറുതെ ഇല്ലാതായതല്ല ഇതൊക്കെ കൃത്യമായിട്ട് കൃത്യമായ പരാജയങ്ങൾ കൊണ്ട് ഇല്ലാതായതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ചൈന കൃത്യമായിട്ട് ക്യാപിറ്റലിസം ചൈനയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതുകൊണ്ട് ഇന്നും ചൈന നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. ടോട്ടാലിറ്റേറിയൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസം മാത്രമാണ് ശരി, മറ്റൊന്നും ശരിയല്ല. ഇപ്പോൾ ഇവൻ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല താത്വികമായി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. താത്വികമായി പിന്നെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ അംഗീകരിക്കും, താത്വികമായി അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ കമ്മ്യൂണിസം മാത്രമാണ് ശരി. കമ്മ്യൂണിസത്തിലൂടെ, അത് മാർക്സിൻ്റെ ആ തുടക്കത്തിൽ തന്നെ ഉള്ള സംഗതിയുണ്ട്, ഇതിലൂടെ മാത്രമേ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിലേക്ക്, അൾട്ടിമേറ്റ് വിജയത്തിലേക്ക്, അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റിലേക്ക് എല്ലാത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. കമ്മ്യൂണിസത്തിൻ്റെ ഈ സ്ട്രക്ചറുകളിലൂടെ മാത്രമേ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ആ കൺസെപ്റ്റ് ഇതാണ് എന്ന് വെച്ചാൽ, തൊഴിലാളി വർഗം അധികാരത്തിലേക്ക് വരുന്നു, എല്ലാ മുതലാളിമാരും ഇല്ലാതാകുന്നു, സമ്പത്തെല്ലാം രാജ്യത്തിൻ്റേതാകുന്നു, രാജ്യം എല്ലാവർക്കും ഇത് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് കുറേയൊക്കെ തീർച്ചയായിട്ടും ആ കൺസെപ്റ്റ് എവിടുന്നാണ് വന്നതെന്നുള്ളത് അത് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എവിടുന്ന് ഈ കൺസെപ്റ്റ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന കൺസെപ്റ്റ്. ജോൺ നേരത്തെ പറഞ്ഞു, ആ കൺസെപ്റ്റ് ശരിയാണ്. ഒരു ഇക്വാലിറ്റിയിലേക്ക് നയിക്കുന്നു, എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുന്നു, ആരും ഒഴിവാക്കപ്പെടുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇതൊരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് തെളിയിച്ച കാര്യമാണ്, ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സ്ഥാനം മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ
അതൊരു ടൊട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചൈനയിലെ തന്നെ എടുക്കുക, ചൈനയിൽ വേറെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊന്നും സ്ഥാനമില്ല. കാരണം കമ്മ്യൂണിസം മാത്രമാണ് ശരി. കമ്മ്യൂണിസത്തിൽ അതിൻ്റെ സ്ട്രക്ചറിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കണം, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ടോട്ടാലിറ്ററിയൻ വേറെ ഒരു തത്വശാസ്ത്രത്തിന് ഇടം കൊടുത്താൽ പിന്നെ കമ്മ്യൂണിസത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ടൊട്ടാലിറ്റേറിയൻ ഏകാധിപത്യ സ്വഭാവത്തിൽ നിലനിൽക്കും സിംഗിൾ പാർട്ടി സിസ്റ്റം. അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം എന്നൊരാശയം ഈ കേരളത്തിൽ വേരുപിടിക്കാൻ കാരണം? മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കൂടുതലായിട്ടും കേരളത്തിൽ വേരുപിടിക്കാൻ കാരണം മാത്രമല്ല അവർ എടുത്തിരിക്കുന്ന മുഖങ്ങൾ ചെഗുവേര, അങ്ങനെയുള്ള ഫിഡൽ കാസ്ട്രോ, ലെനിൻ, സ്റ്റാലിൻ അങ്ങനെയുള്ള ആളുകളുടെ മുഖങ്ങളാണ്, പ്രത്യേകിച്ച് ചെഗുവേരയുടെ മുഖമാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഇലക്ഷനൊക്കെ നമുക്കറിയാമല്ലോ, എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട്. അത് ഒരിക്കലും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു നന്മ, ഐ മീൻ ഫ്രൂട്ട്സ്, ഫലങ്ങൾ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഓർക്കുക, ബംഗാളും നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. ബംഗാളും കേരളവും ഇൻ്റലക്ച്വലായിട്ട് ഉയർന്നു നിന്ന പ്രദേശങ്ങളാണ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വേണേൽ പറയാം. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് ഉള്ള കാലഘട്ടങ്ങൾ കൂടി എടുക്കണമല്ലോ. അപ്പോൾ ബംഗാൾ ഉൾപ്പെടുന്ന ആ പ്രദേശം, അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇവിടെ തീർച്ചയായിട്ടും ഇൻ്റലക്ച്വലി ഉയർന്നു നിന്ന പ്രദേശങ്ങളാണ് എന്നുള്ളൊരു വസ്തുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളം നേരത്തെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള രാജ്യമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ കമ്മ്യൂണിസത്തിൻ്റെയും ആവിർഭാവത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ, ബേസിക്കലി നമ്മുടെ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ, ഫാമിലിയെ എൻ്റർടൈൻ ചെയ്യുന്ന, പിന്നെ മതപരമായിട്ട് ഡീപ് റൂട്ടറായിട്ടുള്ള എല്ലാ കാര്യത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു ജനത, നമ്മുടെ സംസ്കാരത്തിന് ഇൻ്റലക്ച്വലി നമ്മൾ ഉയർന്നു നിന്നതുകൊണ്ട് കമ്മ്യൂണിസം വളർന്നു. നമ്മുടെ സാംസ്കാരികമായ ഒരു പൈതൃകം അത് പക്ഷേ മറ്റുള്ള ഇടത്ത് വളരുന്നത് പോലെ ഈ എത്തീസം വളരാൻ അത്ര പ്രാപ്തമായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടായിരുന്നില്ല ഈ നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടങ്ങളിൽ തന്നെ ഈ എത്തീസത്തെ കേരളത്തിൽ കമ്മ്യൂണിസത്തിന് തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അവർക്ക്. കാരണം നമ്മുടെ ആ സംസ്കാരവുമായിട്ട് അവർക്ക് ചേർന്ന് പോകാൻ, അത് പറയുമ്പോൾ ചേർന്ന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ തന്നെ തിയററ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് ആണ്, പക്ഷേ പ്രാക്ടിക്കലി അവർ വിശ്വാസികളാണെന്നുള്ള രീതിയിലേക്കാണ്, അങ്ങനത്തെ ഒരു നിലയിലേക്കാണ്. കമ്മ്യൂണിസം ലോകത്തിന് എന്ത് സമ്മാനിച്ചു? കമ്മ്യൂണിസം ലോകത്തിന് ഒരു ഇസത്തെ സമ്മാനിച്ചു എന്നുള്ളതിനപ്പുറത്ത് അത് പ്രത്യേകിച്ച് ലോകത്തിൽ നാശമല്ലാതെ, അവിടെയാണ് ഈ പറുദീസായിൽ ആദത്തിനും ഹവ്വായ്ക്കും പഴം കൊടുത്ത് ഇവരെ പറുദീസായുടെ പുറത്ത് ഇറക്കിയിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ പറുദീസായിൽ നിന്ന് പുറത്തായി എന്നുള്ള ഒരു കാര്യം, ആ വലിയ കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കമ്മ്യൂണിസവും ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമേ നമുക്ക് ചരിത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുമാത്രമാണ് കമ്മ്യൂണിസത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. തകർച്ചയും അരാജകത്വവും ഡിസ്ട്രക്ഷൻ, അങ്ങനെയുള്ള നാശത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ. ദൈവത്തെ മാറ്റി നിർത്തി ഈ ലോകത്തിലെ നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രം മുന്നോട്ട് പോകാം എന്ന് കരുതിയ ഒരു തത്വശാസ്ത്രം, അത് മാത്രമാണ് ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ലോകത്തുള്ള സകല മനുഷ്യൻ്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ് സഫറിങ്, സഹനം എന്ന് നമ്മൾ പറയും. ഇന്നീക്വാലിറ്റി ആകാം, അല്ലെങ്കിൽ ഇൻജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ ലോകത്തിലുള്ള സമ്പത്തിൻ്റെയോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആകാം. പക്ഷേ കമ്മ്യൂണിസം, ഇതിൽ നിന്ന് മുക്തി പ്രാപിക്കാമെന്ന് പറഞ്ഞ കമ്മ്യൂണിസം ലോകത്തിന് എന്ത് സമ്മാനിച്ചു? എന്തുകൊണ്ട് ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളായിരുന്ന രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിനെ തള്ളിപ്പറയുന്നു? ക്രിസ്തുവിൽ ഊന്നിയ, ക്രിസ്തുവിൽ ഐക്യപ്പെട്ട സമാധാനമാണ് ലോകത്തെങ്ങും എപ്പോഴും ആശ്രയമായിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം, സത്യവിശ്വാസം പ്രചരിപ്പിക്കുവിൻ. ലോകം മുഴുവൻ യഥാർത്ഥത്തിൽ എന്താണ് സത്യമെന്നും സത്യത്തിൽ മനുഷ്യരെങ്ങനെയാണ് വ്യാപരിക്കേണ്ടതെന്നും അറിയട്ടെ. അതാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതി വച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയ കമ്മ്യൂണിസമോ, അതിനേക്കാൾ വലിയ സോഷ്യലിസമോ, അതിനേക്കാൾ വലിയ മാർക്സിസമോ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവം നൽകിയ നിയമങ്ങൾക്കപ്പുറത്ത് മനുഷ്യന് യാതൊന്നും ചെയ്യുവാനില്ല.